ഇതാണ് ജയ്പൂരിലെ ആംബർ ഫോർട്ട്. ഇതിന്റെ ഭയങ്കര ഒരു ഫീലാണ്. Place. Gold Zone Camping. We are from there. Yeah. भैया जी, वो आंबर फोर्ट कैसा है? अच्छा है? शानदार महल है, महल महल है? राजा का किला है वो महल. कौन सा राजा है? अमर सिंह. हाँ. थोड़ा दिख है ना? दिख है ना? हाँ. बहुत बड़ा है, बहुत बड़ा. अभी तो कह रहा हूँ पूरा दिन घूमोगे या बस आमेर का किला ही देखोगे? आमेर फोर्ट, हवा महल, जंतर मंतर, सिटी पैलेस, जल महल, पूरी चीजें हैं देखने के लिए. अच्छा फूड का नाम क्या है? अच्छा फूड. खाना के लिए हमारे साइड खाना क्या खाओगे आप? नाम क्या है? अच्छा फूड. चिकन खाओगे क्या? चिकन में नूर मोहम्मद के अली चिकन की है, खाना है और बहुत सारी चीजें. बिरयानी है, वेज में आप छोले पनीर है, मलाई कोफ्ता है. केरला में बिरयानी है बहुत. यहाँ भी बिरयानी. यहाँ की बिरयानी बहुत शानदार है. बिरयानी, परोठा. आपको जो पसंद है आगरा से आज यहीं रुकोगे. ഈ റൂട്ടിൽ ഓട്ടോയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു റോഡാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് റോക്കി വേൾഡ്സാണ്. എന്താ പറയുക, നേച്ചറിൻ്റെ ഒരു റോ ബ്യൂട്ടി തന്നെയാണിത്. ഈ റോഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ പൊളിച്ച് പണി തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആംബർ ഫോർട്ടിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഇതൊരു നല്ലൊരു വ്യൂ തന്നെയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയ ആ ഒരു ബ്യൂട്ടി നോക്കിയിട്ട് തന്നെ വേണം പോകാൻ. बहुत सारे भाई होते थे ना. हाँ. ये वो दोनों कनेक्टेड है क्या? इसका रास्ता ऊपर से बनाया ना. 14 किलोमीटर है ऊपर. ഇതാണ് 2 കിലോമീറ്ററിൽ എത്താറ്. അല്ല ഇത് ഇവിടുത്തെ ഈ ഓട്ടോ ഓടിക്കാൻ പറ്റുമോ? ഇത് അമർ കോട്ട, അത് ജയ്ഗർ കോട്ട. ഇത് അമർ സിംഗിന്റെ, അത് ജയ് സിംഗിന്റെ. രണ്ടുപേരും ചേട്ടനനിയന്മാരുമാണ്. പക്ഷെ അമർ സിംഗിന്റെ കോട്ടയിൽ നിന്ന് ജയ് സിംഗിന്റെ കോട്ടയിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ കറങ്ങി ആ വഴി 14 കിലോമീറ്റർ പോകണം. അതാണ് പ്രശ്നം. 14 കിലോമീറ്റർ 14 കിലോമീറ്റർ നടക്കണോ? നടക്കണം, അല്ലെങ്കിൽ വണ്ടി പിടിക്കണം. ജീപ്പുള്ളൂ 500 rupees only. ഓക്കെ. ഇതാണ് ആംബർ ഫോർട്ട്. ജയ്പൂരിൻ്റെ ഏറ്റവും ഹിസ്റ്റോറിക് ആയ സ്ഥലമാണിത്. നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസിൽ കൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഈ വ്യൂ ഒക്കെ നോക്കി എന്ത് രസമാണല്ലേ. എത്ര വലിയ ഫോർട്ടാണെന്ന് നോക്കൂ. ഒരു ഗോൾഡൻ ഗ്ലോ ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു റോയൽ വെൽക്കം കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ. ദേ ഈ സ്റ്റെപ്സൊക്കെ നോക്കി. അന്നത്തെ കാലത്ത് ആർക്കും ജിമ്മിന് പോകേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയാൽ തന്നെ അത്യാവശ്യം കലോറി കുറഞ്ഞിട്ടും. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു രാജാവിന് ഇതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് മുകളിലേക്ക് ചിലപ്പോൾ മറ്റേ രഥം ഒക്കെ വെച്ചിട്ടായിരിക്കും കൊണ്ടുപോയിണ്ടാവുക. അപ്പോൾ ഭടന്മാരല്ലെങ്കിൽ അത് പിടിച്ചിരുന്നവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. രാജാക്കന്മാർക്ക് ആനയുണ്ട്. ആനയിലും ഇതിലൊക്കെ വരുമ്പോൾ ഭടന്മാർ ഇങ്ങനെ നടന്നു വേണം ഇതിനകത്തൂടെ പോകും. അവർ അറ്റാക്കിൽ വരുവാണെങ്കിൽ തന്നെ അവർ ആദ്യം തന്നെ കായികക്ഷമത മടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം വന്നിട്ട് യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ട് മിക്ക സൈനികന്മാരും അങ്ങനെ ചിന്തിക്കുള്ളൂ. നിനക്കെന്താ പറയാനുള്ള? എനിക്ക് ഒട്ടും നിനക്കെന്താ വയ്യേ?
ഇവിടെ ആനകളുടെ പുറത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും, പക്ഷെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇതിൽ കയറാറുള്ളത്. ഒരു 1200 അറേഞ്ച് ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അത്യാവശ്യം റോയൽ ഫീൽ കിട്ടുന്ന ഒരു ഇതായിരിക്കും, കാരണം നമ്മൾ വെറുതെ ഒരു ആനയുടെ പുറത്ത് കയറുന്ന പോലെ അല്ല. ഒരു ഫോർട്ടിലൂടെ നമ്മളൊരു ആനയുടെ പുറത്ത് കയറി ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ നടക്കാമെന്ന് പറയുമ്പോൾ അടിപൊളി ഒരു ഫീലാണ്, ഒരു റോയൽ ഫീൽ കിട്ടും. Did you visit Kerala? Did you visit Kerala? You will. That's good place. Goldstone country. We are from there. Yeah? Must be this place. Full of trees. ഇവിടെ യാത്രാ സൗകര്യം ചെയ്യാൻ വേണ്ടി ഏറ്റവും താഴത്തെ ആനകളുടെ സവാരി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു ആനയിൽ 2 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 500 രൂപ വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ ആംബർ ഫോർട്ടിലെ എൻട്രി ഫീ വരുന്നത് 100 രൂപയ്ക്കാണ്, 100-150 സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയ്ക്കൊക്കെ പോകാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ച് പില്ലേഴ്സൊക്കെ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇത് അത്യാവശ്യം 400 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അത്രയും സ്ട്രോങ് ആണ്, ഇപ്പോഴും അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു മെഷീൻ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയതല്ല, എല്ലാവരും കൈപ്പണിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ റിവർ പോലത്തെ ഒരു വ്യൂ കാണാൻ പറ്റും. അതിൻ്റെ പേര് മൗട്ട ലേക്ക് എന്നാണ്. ആംബർ ഫോർട്ടിന് ലൈഫ് കൊടുത്തിരുന്ന ഒരു പ്രാചീന വാട്ടർ സോഴ്സാണത്. കിങ്സ് ഇവിടെ നിന്ന് തന്നെയാണ് പുറത്ത് നോക്കി പ്ലാൻസ് ഒക്കെ ചെയ്തിരുന്നത്. ഈ ആർമിയുടെ മൂവ്മെൻ്റ് ഒക്കെ ട്രാക്ക് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് നോക്കി തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു കോട്ടയാണ്. ഇതാണ് സുഖമന്ദിർ. പേര് പോലെ തന്നെ സുഖത്തിൻ്റെ ഒരു സ്ഥലമാണ് പണ്ടത്തെ. കിങ് ആൻഡ് ക്വീൻ ഇവിടെയാണ് ചില്ല് ചെയ്തിരുന്നതും റിലാക്സ് ചെയ്തിരുന്നതും. ഹീറ്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഡോർസ് സാൻഡൽവുഡിലും പിന്നെ ഫ്ലോറ് മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു കൂൾ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സാൻഡൽവുഡ് ഡോറും പിന്നെ വാട്ടർ ചാനൽ സിസ്റ്റവും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂൾ എയർ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ആംബർ ഫോർട്ടിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ശീഷ് മഹൽ എന്ന് വെച്ചാൽ മിറർ പാലസ് എന്ന് തന്നെ പറയും. ഇത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ? ഇത് ഫുള്ള് മിറേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാ വാളിലും ചെറിയ ചെറിയ മിറേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ഹാൻഡ് കട്ടായിട്ട് ബെൽജിയം മിറേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതെന്താ ഇത്ര മിറർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. രാജസ്ഥാനിൽ എപ്പോഴും കൂളൊന്നല്ല, അത്യാവശ്യം നല്ല ഹീറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യാൻഡിൽ കത്തിച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കൊണ്ട് ഈ പാലസിലെ ഫുള്ള് ലൈറ്റ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാൻഡിലുകൾ കത്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഹീറ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത്. ഇത് അത്യാവശ്യം ഒരു എന്താ പറയുക എനർജി സേവിങ് സെറ്റപ്പാണ്. ഒരു നെക്സ്റ്റ് ലെവൽ സ്മാർട്ട്നെസ്.
അതായത് താഴെ നടത്തുന്ന ഡാൻസ് പരിപാടികളിലൊക്കെ പെണ്ണുങ്ങൾക്ക് അവരുടെ രാജ്യത്തെ പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റില്ല. രാജ്യത്തെ റാണികൾക്ക് അപ്പൊ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, അവരുടെ മുഖം കാണാതെ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കിളിപാതികളൊക്കെ വെച്ചാൽ പോകാൻ പറ്റില്ല. ഞാൻ നോക്കുന്നവരുടെ ഫോട്ടോ എടുത്താൽ ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട്. ഏത് നാട്ടിൽ പോയാലും മലയാളികൾ ഉണ്ടാകുമ്പോൾ അത് പേക്കൂത്ത് കാണുമ്പോൾ അത് അനീഷ് സുബിന് പോകും. ഇതൊക്കെ മനസ്സിലാക്കാൻ കാണാൻ വേണ്ടി ഈ മതിലൊക്കെ ഇത്ര പൊക്കമൊക്കെ കാര്യം വെച്ചാൽ പുറത്തുനിന്നുള്ള ആൾക്കും റാണിമാരെ അല്ലെങ്കിൽ ഇവിടെ കൂടെ പോകുന്ന ആൾക്കാരെ ആരെയും കാണാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും പൊക്കത്തിൽ പണിത് വെച്ചിരിക്കുന്നത്. ഞാന് തന്നെ ശരിക്കും എങ്ങനെയാണ് ഇവന്മാർക്ക് അകത്തുനിന്നുള്ള റാണിമാർക്ക് നാല് ബാലരമ പേര് വായിച്ചിട്ട് ഇതൊക്കെ ആഴ്ച പോലെ വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ വായിക്കണേ Wow.